ഹലോ, നമ്മളൊരു രാത്രി ഭക്ഷണമാണിത്. ഒരു മുട്ടക്കറിയും ഒരു ബീട്രൂട്ട് നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ള ഒരു ദോശയാണ്. അതിൽ നമ്മൾ ഓട്സ് പൊടിച്ചിട്ടിട്ടുണ്ട്. ഓട്സ് പൊടിയും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നമ്മൾ വെച്ച ഒരു ദോശയാണിത്. ഇതൊരു സ്വാദിഷ്ടമായ ദോശയും ഒരു മുട്ടക്കറിയുമാണ്. ഇത് നമ്മൾ കൂടുതലും ഈ രാത്രിയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. ഒരു ദോശയും ഒരു മുട്ടക്കറിയും മാത്രമാണ് രാത്രിയിൽ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്കെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഈ ബീട്രൂട്ടിൻ്റെ അതേ സത്ത് നമ്മൾ വേവിച്ചിട്ട് നമ്മളത് അരച്ച് ചേർത്തതാണ്. അരച്ച് മാവിൽ കലക്കി നമ്മൾ ഉണ്ടാക്കിയ ഒരു ദോശയാണ്. അതിൽ കൂടുതലും നമ്മൾ ഓട്സാണ് ചേർത്തിട്ടുള്ളത്. ഓട്സ്, ഗോതമ്പ് പൊടിയും സ്വല്പം ദോശമാവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളകി വരാനൊരു പാട് വരാതിരിക്കാൻ വേണ്ടി സ്വല്പം ഗോതമ്പ് മാവ് കൂടെ ചേർത്ത ഒരു അടിപൊളി ദോശയാണ്. നമുക്ക് രാത്രി ഭക്ഷണമായിട്ട് നമുക്കിത് കഴിക്കാം. അതിനോടൊപ്പം തന്നെ നല്ലൊരു മുട്ടക്കറി കഴിക്കാം. നല്ലൊരു മുട്ടക്കറിയും കൂടി കൂട്ടി നമുക്കിത് രാത്രിയിൽ കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഈ ദോശയ്ക്കും ടേസ്റ്റാണ്, മുട്ടക്കറിക്കും ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി ഒരു ലളിതമായ ഒരു ലഘു ഭക്ഷണമായിട്ട് രാത്രി ഒരു 7 മണിയോടുകൂടി നമ്മൾ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് പിറ്റേന്ന് കാലത്ത് 8 മണി വരെ നമുക്ക് അതേ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാം. താങ്ക്സ്.